നമസ്കാരം, ഞാൻ ദീപ്തി. മിൽസ് ഓഫ് ദ മിൽസ് ഓഫ് കൗമുദി ഹെഡ്ലൈൻസിലേക്ക് സ്വാഗതം. പവർഡ് ബൈ ARMC. കൊടപ്പനയ്ക്കലെ തലസ്ഥാനം. അബ്ദുൾ വഹാബിനെ രാജ്യസഭാ സ്ഥാനാർത്ഥിയാക്കിയ പാണക്കാട്ടെ തീരുമാനത്തിന്റെ നടുക്കം മാറാതെ ലീഗ്. കുഞ്ഞാലിക്കുട്ടിയല്ല, കൊടപ്പനയ്ക്കൽ തന്നെ അവസാന വാക്കെന്ന് ഹൈദരലി ശിഹാബ് തങ്ങളുടെ നിശബ്ദ പ്രഖ്യാപനം. വഹാബിന് ടിക്കറ്റ് നൽകിയത് KPA മജീദിനു വേണ്ടി ജില്ലാ കമ്മിറ്റികൾ മുന്നോട്ട് വച്ച ശുപാർശകൾ മറികടന്ന്. മജീദിനായി വാദിച്ച കുഞ്ഞാലിക്കുട്ടിക്ക് കിട്ടിയത് കനത്ത തിരിച്ചടി. ഹൈദരലി ശിഹാബ് തങ്ങൾ പാലിച്ചത് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പ് കാലത്ത് വഹാബിന് നൽകിയ വാക്ക്. മലപ്പുറത്ത് വഹാബിന് കരുതിവെച്ച സീറ്റ് അവസാന നിമിഷം കൊത്തിയെടുത്തത് E. അഹമ്മദ്. സ്വീകാര്യമായ തീരുമാനമെന്ന് കുഞ്ഞാലിക്കുട്ടി പറഞ്ഞെങ്കിലും അണികളിൽ മുറുമുറുപ്പ്. മുതലാളിക്കുള്ള സീറ്റെന്ന് മുനവർ അലി നടത്തിയ പരാമർശം പാർട്ടിയിൽ ചർച്ചാ വിഷയം. നടന്നത് മുനവർ അലിയുടെ രാഷ്ട്രീയ പ്രവേശമെന്നും വ്യാഖ്യാനം. ബാറിൽ വിജിലൻസ് കൂട്ടിലായി. ബാർ കോഴയിൽ നിലപാട് മാറ്റി വിജിലൻസ്. KM മാണിക്കെതിരെ നേരിട്ട് തെളിവുകളില്ല. ഇപ്പോഴുള്ളത് സാഹചര്യ തെളിവുകൾ മാത്രം. കേസിൽ പ്രാഥമിക റിപ്പോർട്ട് അടുത്ത മാസം. ബിജു രമേശ് നൽകിയ ശബ്ദരേഖ തെളിവായി സ്വീകരിക്കുന്ന കാര്യത്തിൽ വിജിലൻസിന് ആശയക്കുഴപ്പം. ഇക്കാര്യത്തിൽ നിയമോപദേശം തേടാൻ തീരുമാനം. മജിസ്ട്രേറ്റ് കോടതിയിൽ ബിജു രമേശ് നൽകിയ രഹസ്യമൊഴിയുടെ പകർപ്പിനായി വിജിലൻസ് നാളെ കോടതിയെ സമീപിക്കും. മൊഴിയിൽ മാണിക്ക് പുറമെ K. ബാബു, VS ശിവകുമാർ, രമേശ് ചെന്നിത്തല എന്നിവരും. മാണിക്കെതിരെ FIR എടുത്തതിൽ കോൺഗ്രസിൽ ആശയക്കുഴപ്പം മാറുന്നില്ല. മാണിയെ പിന്തുണച്ച് മുഖ്യമന്ത്രി നടത്തിയ പരാമർശങ്ങളിൽ വിവാദം തീരുന്നില്ല. രമേശിനെ പിന്തുണച്ച് I ഗ്രൂപ്പ് നേതാക്കൾ. പുകയുന്നതാര്, പോകേണ്ടതാര്? തന്നെ പുറത്താക്കാൻ KM മാണിക്ക് അവകാശമില്ലെന്ന വാദവുമായി PC ജോർജ് വീണ്ടും. പോകുന്നെങ്കിൽ മാണി പോയിക്കോട്ടെ, താൻ കേരള കോൺഗ്രസിൽ തന്നെ തുടരും. രാജ്യസഭാ തെരഞ്ഞെടുപ്പിൽ UDFന് തന്നെ വോട്ട് ചെയ്യും. താൻ തെറ്റിദ്ധരിക്കപ്പെടുന്ന സാഹചര്യം ഒഴിവാക്കാൻ ഓപ്പൺ വോട്ടിന് ആവശ്യം ഉന്നയിക്കുമെന്നും ജോർജ്. PC ജോർജിനെ ചീഫ് വിപ്പ് സ്ഥാനത്ത് നിന്ന് പുറത്താക്കിക്കൊണ്ട് മുഖ്യമന്ത്രിയുടെ പ്രഖ്യാപനം നാളെ. ഇരു നേതാക്കളുമായി ഉമ്മൻചാണ്ടിയുടെ അനുനയ ശ്രമം ഒരു വട്ടം കൂടി. ജോർജിന്റെ ചീഫ് വിപ്പ് സ്ഥാനം പിൻവലിക്കുന്നതിൽ മുന്നണിക്ക് ഏകാഭിപ്രായം. പക്ഷേ ജോർജിനെ ഏതുവിധത്തിൽ തുടരാൻ അനുവദിക്കണമെന്നത് തർക്കവിഷയം. ഒരു വിധത്തിലും അംഗീകരിക്കില്ലെന്ന കടുംപിടുത്തത്തിൽ KM മാണി. കരയുദ്ധത്തിലേക്ക് നരകലോകം. സൗദി വ്യോമാക്രമണത്തിൽ കത്തുന്ന യമൻ കരയുദ്ധത്തിനരികെ. പോരാട്ടം കൂടുതൽ രൂക്ഷം. മുഴുവൻ ഇന്ത്യക്കാരെയും 4 ദിവസത്തിനകം ഒഴിപ്പിക്കാൻ തീവ്രശ്രമം. ഏദൻ നഗരത്തിൽ സൈന്യവും ഹൂതി പോരാളികളും നേർക്കുനേർ. തുറമുഖത്തേക്ക് അടുക്കാൻ കഴിയാതെ രക്ഷായാനങ്ങൾ നടുക്കടലിൽ. യാത്രക്കാരെ തീരത്തുനിന്ന് കപ്പലിലെത്തിക്കാൻ ചെറുബോട്ടുകൾ. സനായിൽ കൂടുതൽ വിമാനങ്ങൾ ഇറങ്ങാൻ അനുമതിക്കാത്ത ഇന്ത്യ. രക്ഷയുടെ ചിറകു തേടി ഇനിയും ആയിരങ്ങൾ. ഇന്നലെ മടങ്ങിയെത്തിയത് 193 പേർ. താൽക്കാലിക വെടിനിർത്തലിന് UN ശ്രമം. ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾക്കായി 24 മണിക്കൂർ യുദ്ധം നിർത്തിവെക്കണമെന്ന് റെഡ് ക്രോസ്. മാർച്ച് 26 തുടങ്ങിയ വ്യോമാക്രമണത്തിൽ ഇതുവരെ മരണസംഖ്യ 519. മിൽസ് ഓഫ് ദ മിൽസ് ഓഫ് കൗമുദി ഹെഡ്ലൈൻസ് പവർഡ് ബൈ ARMC സമാപിക്കുന്നു. അടുത്ത ഹെഡ്ലൈൻസ് 1 മണിക്കൂറിന് ശേഷം. നമസ്കാരം.